ദൈവത്താൽ അനുഗ്രഹീതമായ ഈ വിശുദ്ധ ദിവസത്തിന്റെ പ്രഭാതത്തിൽ ചിന്തയ്ക്ക് ആധാരമായിട്ടിരിക്കുന്ന ഗുരുവാക്യം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം. നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അപ്പന്റെ സന്നിധിയിൽ മക്കൾ എന്ന വണ്ണം തിരുസന്നിധിയിലായിരുന്നു അങ്ങയെ ആരാധിക്കുവാൻ, മഹത്വീകരിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിച്ചു. ആരാധനയ്ക്ക് യോഗ്യനായ ദൈവത്തെ ഞങ്ങൾ ആരാധിച്ചു. അവിടുത്തെ സന്നിധിയിൽ വിനയത്തോടും താഴ്മയോടും തിരുസന്നിധിയിൽ അഭയം പ്രാപിച്ച് അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ സഹായിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. എന്ന് ചിന്തിക്കുന്ന വചനം ഞങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമായ ആത്മീയ പരിപോഷണത്തിന് മുഖാന്തരമായി പ്രവർത്തിക്കട്ടെ. തിരുജനത്തെയും അടിയനെയും അനുഗ്രഹിച്ച് വചനത്താൽ പരിശുദ്ധാത്മാവിനാൽ ശക്തീകരിക്കണം. യേശുക്രിസ്തുവിൻ തന്നെയുള്ള നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വിശുദ്ധ ആരാധനയിലൂടെ ദൈവസന്നിധിയിൽ വിനയപ്പെട്ട് ദൈവഭയത്തോടെ ദൈവത്തെ ആരാധിച്ച പ്രിയ ദൈവജനമേ, ആരാധനയ്ക്ക് യോഗ്യനായ ദൈവം സ്വർഗത്തിൽ നിന്ന് നിങ്ങൾ അനുഗ്രഹിച്ച് സമൃദ്ധിയുടെ അനുഭവങ്ങളിലേക്കും സന്തോഷകരമായ ജീവിത അനുഭവങ്ങളിലേക്കും വഴി നടത്തുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ ചിന്താ വിഷയം ശിഷ്യരാക്കുവിൻ എന്നുള്ളതാണ്. കർത്താവായ യേശുക്രിസ്തു തന്റെ പരസ്യ ശുശ്രൂഷയ്ക്ക് മുന്നോടിയായി ശിഷ്യരെ തിരഞ്ഞെടുക്കുന്നതും തുടർന്ന് തന്റെ ശിഷ്യത്വത്തിലേക്ക് അവരെ വഴി നടത്തുന്നതും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ക്രിസ്തീയ ശിഷ്യത്വം എന്ന് പറയുന്നത് വളരെ മഹനീയമായ ഒരു അനുഭവമാണ്. ദൈവത്തിന് വിധേയപ്പെട്ട ഒരു ജീവിതമാണ് ക്രിസ്തീയ ശിഷ്യത്വത്തിലൂടെ ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ അറിവ് നേടിയ ഒരു വ്യക്തിയുടെ വിദ്യാർത്ഥിയോ അനുചരനോ ആയിരിക്കും ശിഷ്യൻ എന്ന് പറയുന്നത്. ശിഷ്യൻ ഗുരുവിന്റെ ശിക്ഷണത്തിൽ ജീവിക്കുകയും അറിവ്, പരിശീലനം, അച്ചടക്കം, അനുസരണം എന്നിവ ഗുരുവിൽ നിന്ന് പഠിക്കുകയും ചെയ്യുന്നു. ബൈബിൾ ചരിത്രം നാം പഠിക്കുമ്പോൾ യവന ചിന്തകന്മാർക്കും സ്നാപക യോഹന്നാനും കർത്താവായ യേശുക്രിസ്തുവിനും ശിഷ്യന്മാർ ഉണ്ടായിരുന്നതായി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ യേശു പറയുന്നത് തന്നോട് കൂടെ ഇരിപ്പാനും വചനം പ്രസംഗിക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും യേശു ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. കർത്താവായ യേശു ശിഷ്യത്വത്തിന് നൽകുന്നതായ പ്രാധാന്യം ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. മത്തായി 28:19 യേശു പറയുന്നത് നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ എന്നുള്ളതാണ്. ഇവിടെ ക്രിസ്തീയ ശിഷ്യത്വം എന്ന് പറയുന്നത് വളരെ അധികാരമുള്ള ഒരു അനുഭവമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. മത്തായി 10:1 യേശു തന്റെ ശിഷ്യന്മാർക്ക് അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനും സകല രോഗങ്ങളെയും വ്യാധികളെയും സൗഖ്യമാക്കുവാനുള്ള അധികാരം കൊടുത്തു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ക്രിസ്തീയ ശിഷ്യത്വം പരിപോഷിപ്പിക്കപ്പെടുന്നത്
തിരുവചന പ്രഘോഷണത്തിലൂടെയും ദൈവ വചനത്തിന്റെ അനുസരണത്തിലൂടെയും ക്രിസ്തീയ സാക്ഷ്യത്തിലൂടെയുമാണ് ക്രിസ്തീയ ശിഷ്യത്വം അതിന്റെ ഔന്നത്യത്തിലേക്ക് പ്രവേശിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. ക്രിസ്തുവുമായുള്ള ഒരു ശരിയായ ബന്ധത്തിൽ നിലനിൽക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ക്രിസ്തുവുമായുള്ള ആ ഒരു ശിഷ്യത്വ അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് കഴിയും. കർത്താവായ യേശു ശിഷ്യത്വത്തിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുകയാണ് ഉണ്ടായത്. ശിഷ്യത്വം സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ ഗുരുവിനെ അന്വേഷിച്ച് കണ്ടെത്തുന്നതാണ് ഈ കാലഘട്ടത്തിലെയും പഴയ കാലഘട്ടത്തിലെയും ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. എന്നാൽ കർത്താവായ യേശുവിനെ സംബന്ധിച്ചിടത്തോളം തന്റെ ശിഷ്യഗണങ്ങളെ യേശു തിരഞ്ഞെടുക്കുന്നതായിട്ടാണ് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. പരസ്യ ശുശ്രൂഷയുടെ ആദ്യ കാലങ്ങളിലേക്ക് നാം നോക്കുമ്പോൾ യേശു തന്നെ തന്റെ ശിഷ്യരെ തിരഞ്ഞെടുക്കുകയാണ്. അതിനെ യേശു പറയുന്നത് പ്രകാരമാണ്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ക്രിസ്തീയ ശിഷ്യത്വം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിനാൽ വിളിക്കപ്പെട്ടവർക്ക് മാത്രമേ ആ ശുശ്രൂഷയിലേക്ക് കടന്നു വരുവാനായിട്ട് കഴിയൂ എന്നുള്ളതാണ്. ഈ ക്രിസ്തീയ ശിഷ്യത്വത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് മനുഷ്യനിർമ്മിതമായ പരിമിതികളോ പോരായ്മകളോ കഴിവുകളോ യോഗ്യതകളോ ഒന്നും ക്രിസ്തീയ ശിഷ്യത്വത്തിന് മാനദണ്ഡം അല്ല എന്നുള്ളതാണ്. യേശു തന്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു അതേ കഴിവും യോഗ്യതയും ഇല്ലാത്തതായ സാധാരണ ജനത്തെയാണ് യേശു തിരഞ്ഞെടുക്കുന്നത്. ക്രിസ്തീയ ശിഷ്യത്വം അത് പരിപോഷിപ്പിക്കപ്പെടുന്നത് സ്വയം ത്യജിക്കുവാനുള്ള ഒരു മനോഭാവം വളരുന്നതിലൂടെയാണ്. പ്രിയമുള്ളവരെ, നാം ദൈവത്തെ ആരാധിക്കുവാൻ ദൈവസന്നിധിയിലായിരിക്കുന്നു. നമ്മുടെ ഹൃദയങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കണം. ക്രിസ്തു ശിഷ്യർ ആകുവാൻ ആഗ്രഹിക്കുന്നവർ സ്വയം ത്യജിക്കുവാനുള്ള ഒരു മനോഭാവത്തിലൂടെ വളരുന്നുവെങ്കിൽ മാത്രമേ അവർക്ക് ക്രിസ്തു ശിഷ്യൻ ആയിരിക്കുവാൻ കഴിയൂ. ഞാൻ എന്ന ഭാവത്തോടുകൂടെയോ അഹങ്കാരത്തോടുകൂടെയോ തല ഉയർത്തിയോ ദൈവസ്ഥാനത്തിൽ നിൽക്കുവാൻ ആർക്കും യോഗ്യതയില്ല. സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിൽ നാം എങ്ങനെ ദൈവത്തെ ആരാധിക്കണമെന്ന് കഴിഞ്ഞ ആഴ്ച നാം ചിന്തിച്ചു. നമ്മുടെ ശരീര ഭാഷ എപ്രകാരമായിരിക്കണമെന്ന് നാം ചിന്തിച്ചു. അവിടെ സ്വയം ത്യജിക്കുവാനുള്ള, വിട്ടുകൊടുക്കുവാനുള്ള, വിനയപ്പെടുവാനുള്ള ഒരു മനോഭാവമുള്ളവർക്ക് മാത്രമേ ക്രിസ്തു ശിഷ്യത്വത്തിലേക്ക് കടന്നു വരുവാനായിട്ട് കഴിയൂ. അതുകൊണ്ടാണ് യേശു പറയുന്നത്, ഒരുവൻ എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. യേശുവിനെ അനുഗമിക്കുന്നവർ, യേശുവിനെ ആരാധിക്കുന്നവർ, യേശുവിന്റെ മക്കളായി ജീവിക്കുന്നവർ തന്നെത്താൻ ത്യജിക്കുന്ന, ദൈവസന്നിധിയിൽ വിനയപ്പെടുന്ന, തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു മനോഭാവം. അവിടെ ഞാൻ എന്ന തടങ്കൽ പാറയായി നിൽക്കുവാനല്ല, ഏറ്റവും എളിമത്വമുള്ള, വിനയമുള്ള ഒരു അനുഭവത്തിലൂടെ മാത്രമേ ക്രിസ്തീയ ശിഷ്യത്വത്തിലേക്ക് നമുക്ക് വളരുവാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് യേശു പറയുന്നത്, തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്തുകൊണ്ട്. യേശുവിന്റെ ക്രൂശല്ല, നാം ഓരോരുത്തരും അനുഭവിക്കുന്ന സഹനത്തിന്റെ, കഷ്ടതകളുടെ, കണ്ണുനീരിന്റെ അനുഭവങ്ങളിൽ നിന്നുകൊണ്ട് നാം ക്രിസ്തുവിന്റെ ശിഷ്യത്വത്തിലേക്ക് കടന്നു വരണമെന്നുള്ളതാണ്. അപ്പോൾ ക്രിസ്തുവിനോടുള്ള സമ്പൂർണമായ ഒരു വിധേയപ്പെടലാണ് ക്രിസ്തീയ ശിഷ്യത്തിലൂടെ കർത്താവായ യേശു ആഗ്രഹിക്കുന്നത്. യേശു തന്റെ ശിഷ്യന്മാരെ ക്ഷണിക്കുമ്പോൾ അവിടെ അവരുടെ യോഗ്യതകളോ അവരുടെ കഴിവുകളോ ഒന്നുമല്ല യേശു നോക്കുന്നത്. അവിടെ യേശുവിന്റെ ശിഷ്യത്വത്തിലേക്ക് കടന്നു വരുവാൻ കഴിയുന്ന ഒരു വ്യക്തി, എനിക്ക് യേശുവിന്റെ
യേശുവിന്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയുമോ എന്നുള്ള ഒരു സ്വയം ശോധന ആവശ്യമായിരിക്കുകയാണ്. സ്വയത്തെക്കാളും കുടുംബത്തെക്കാളും മറ്റെന്തിനേക്കാളും ദൈവത്തെ സ്നേഹിക്കുന്നവന് മാത്രമേ ക്രിസ്തു ശിഷ്യൻ എന്ന പദവിയിലേക്ക് കടന്നു വരുവാനായിട്ട് കഴിയും. ഇവിടെ ദൈവ സ്നേഹത്തെ മുൻനിർത്തി സഹോദരന്റെ നന്മയെ ലക്ഷ്യം വെച്ച് ത്യാഗപൂർണമായ ജീവിതത്തെ അഭിമുഖീകരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ക്രിസ്തീയ ശിഷ്യത്വത്തിലൂടെ മുന്നേറുവാനായിട്ട് കഴിയൂ എന്ന് വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ദൈവ സ്നേഹത്തെ മുൻനിർത്തി സഹോദരന്റെ നന്മയെ ലക്ഷ്യം വെച്ച് പൂർണ്ണമായും ത്യാഗോജ്ജലമായ ഒരു ജീവിതാനുഭവങ്ങളിലൂടെ സ്വയം ത്യജിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ക്രിസ്തീയ ശിഷ്യത്വത്തിലേക്ക് കടന്നു വരുവാനായിട്ട് കഴിയൂ എന്നുള്ളതാണ്. ക്രിസ്തീയ ശിഷ്യത്വത്തിലേക്ക് കടന്നു വരിക എന്ന് പറഞ്ഞാൽ അതിന്റെ വില കൊടുക്കുവാൻ നാം സന്നദ്ധരാകണം എന്നാകുന്നു വചനം പഠിപ്പിക്കുന്നത്. ക്രിസ്തീയ ശിഷ്യത്വത്തിന്റെ വില കൊടുക്കുന്നവന് മാത്രമേ ക്രിസ്തുവിന്റെ ശിഷ്യത്വ അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് കഴിയും. അത് നിസ്സാരമായിട്ടോ അവിവേകമായിട്ടോ സ്വാർത്ഥ ചിന്തകളിലൂടെയോ ജ്ഞാനെന്ന ഭാവത്തോടുകൂടെയോ ആർക്കും ക്രിസ്തുവിന്റെ ശിഷ്യനായിരിക്കുക സാധിക്കുന്ന ഒരു കാര്യമല്ല. അപ്പോൾ വീണ്ടും വിചാരമില്ലാതെ ക്രിസ്തീയ ശിഷ്യത്വത്തിലേക്ക് ആർക്കും കടന്നു വരുവാനായിട്ട് കഴിയുന്നതല്ല. യേശു അതിന് ഉദാഹരണം പറയുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 28 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ രണ്ട് ഉദാഹരണങ്ങൾ യേശു പറയുകയാണ്. ഒരുത്തൻ ഗോപുരം പണിയുവാൻ കടന്നു പോകുമ്പോൾ കണക്ക് നോക്കി എനിക്കതിന് കഴിയുമോ എന്ന് ചിന്തിച്ച് അത് കഴിയുമെന്ന് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ ആ ഗോപുരം പണിക്ക് കടന്നു പോകാവൂ എന്ന് അവിടെ പറയുകയാണ്. അതുപോലെ തന്നെയാണ് രാജാവ് ശത്രുപക്ഷത്തിന്റെ ശക്തി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ യുദ്ധത്തിന് പുറപ്പെടാവൂ. ശത്രുപക്ഷത്തിന്റെ ശക്തി മനസ്സിലാക്കാതെ നിസ്സാരമായി യുദ്ധത്തിലേക്ക് പുറപ്പെട്ടാൽ അതിന്റെ പരാജയം അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ്. ഈ അനുഭവങ്ങളിലൂടെ യേശു പറയുന്നത് ക്രിസ്തീയ ശിഷ്യത്വത്തിന് അതെ നാം ഒന്ന് സ്വയം ചിന്തിക്കുകയും ദൈവസന്നിധിയിൽ എനിക്കതിന് കഴിയുമോ, ഈ ക്രിസ്തീയ ശിഷ്യത്വത്തിന്റെ വില കൊടുക്കുവാൻ എനിക്ക് കഴിയുമോ എന്ന ഒരു ചിന്തയോടുകൂടെ വളരെ പ്രാർത്ഥനയോടുകൂടെ വിനയത്തോടുകൂടെ താഴ്മയോടുകൂടെ മാത്രമേ ക്രിസ്തു ശിഷ്യനായിരിക്കുവാനായിട്ട് കഴിയുള്ളൂ എന്നുള്ളതാണ്. ക്രിസ്തീയ ശിഷ്യത്വം സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുന്നവർ സ്വയത്തെയും ലോകത്തെയും ത്യജിക്കുവാനുള്ള ഒരു മനോഭാവം, അപരന്റെ നന്മയ്ക്ക് വേണ്ടി വളരെ പ്രാർത്ഥനയോടെ അധ്വാനിക്കുവാനുള്ള ഒരു കഴിവ് അവിടെ ഉണ്ടായിരിക്കണമെന്നാണ് ദൈവ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഇവിടെ ക്രിസ്തീയ ശിഷ്യത്വത്തിൽ ഉണ്ടായിരിക്കേണ്ടതായ അടിസ്ഥാനപരമായ ഒരു യോഗ്യത എന്ന് പറയുന്നത് ജീവിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ ശിഷ്യത്വം ഒന്നുകിൽ ജീവിക്കുക അല്ലെങ്കിൽ മരിക്കുക. അതായത് ഒന്നുകിൽ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക അല്ലെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി മരിക്കുക. ഇത് 1-ാം നൂറ്റാണ്ടിലെ ആദിമ ക്രൈസ്തവ സഭയുടെ ഒരു ആപ്തവാക്യമായിരുന്നു. അവർ ക്രിസ്തുവിനെ സാക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അഥവാ ക്രിസ്തുവിന്റെ ശിഷ്യനായി തീരുക എന്ന് പറഞ്ഞാൽ അവർക്ക് മരണം സുനിശ്ചിതമാണ്. ആ മരണത്തിന്റെ മുമ്പിൽ ഭയക്കാതെ യേശുവിന്റെ ശിഷ്യത്വത്തിലേക്ക് കടന്നു വന്നതായ വിശ്വാസവീരന്മാരുടെ ചരിത്രമാണ് ക്രൈസ്തവ സഭയുടെ ചരിത്രം എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. ക്രിസ്തീയ ശിഷ്യരായിരുന്ന ആദിമ സഭാപിതാക്കന്മാർ രക്തസാക്ഷിത്വം വഹിച്ചു. അവരുടെ രക്തം സഭയുടെ വിത്തായി പരിണമിച്ചു. അത് വളർന്നു ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ ക്രൈസ്തവ സഭകൾ ആവിർഭവിച്ചു. അങ്ങനെ ക്രിസ്തീയ ശിഷ്യത്വം ഇന്ന് ലോകത്തിന്റെ അറിയപ്പെടുന്ന എല്ലാ മേഖലകളിലും വളരെ ശക്തമായ ശുശ്രൂഷകൾക്ക് നേതൃത്വം വഹിക്കുന്നതായിട്ട് അതിന്റെ ഭാഗമായി ഇന്ന് നമുക്ക് ദൈവ
ദൈവം നമ്മെ സഹായിച്ചിരിക്കുകയാണ്. രണ്ടാമത്തെ ചിന്ത, ക്രിസ്തീയ ശിഷ്യത്വത്തിന് ചില വ്യവസ്ഥകളുണ്ട് എന്നുള്ളതാണ്. നിസ്സാരമായോ അവിവേകമായോ എങ്ങനെയെങ്കിലുമൊക്കെ ക്രിസ്തീയ ശിഷ്യത്വത്തിൽ നിലനിൽക്കുവാനായിട്ട് കഴിയുന്നതല്ല എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ശിഷ്യത്വത്തിന്റെ ഒന്നാമത്തെ വ്യവസ്ഥ വചനത്തിൽ നിലനിൽക്കുന്നവനായിരിക്കണം ക്രിസ്തു ശിഷ്യൻ എന്നുള്ളതാണ്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇവിടെ ശിഷ്യൻ യേശുവിൽ വിശ്വസിച്ചാൽ മാത്രം പോരാ, യേശുവിന്റെ വചനത്തിൽ നിലനിൽക്കുന്നവനുമായിരിക്കണം. ഇതിന് യാക്കോബ് പറയുന്നു, അതെ, വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരുമായിരിക്കും. യേശു അതിനെ വീണ്ടും വ്യാഖ്യാനിക്കുന്നത്, എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല, കർത്താവിന്റെ ഇഷ്ടം ചെയ്യുന്നവരത്രേ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. ക്രിസ്തു ശിഷ്യന്റെ ഒന്നാമത്തെ വ്യവസ്ഥ ദൈവവചനത്തിൽ നിലനിൽക്കുന്നവനായിരിക്കണം. രണ്ടാമത്, ക്രിസ്തു ശിഷ്യർ തമ്മിൽ തമ്മിൽ സ്നേഹം ഉള്ളവർ ആയിരിക്കണം എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ വളരെ ശക്തമായ ശുശ്രൂഷയ്ക്ക് അടിസ്ഥാനം കുറിക്കുന്ന ഒരു വാക്യമാണത്. ക്രിസ്തു ശിഷ്യർ തമ്മിൽ തമ്മിൽ സ്നേഹം ഉള്ളവർ ആയിരിക്കണം. യോഹന്നാൻ 13:35, നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാർ എന്ന് എല്ലാവരും അറിയും. അപ്പോൾ നാം തമ്മിൽ തമ്മിൽ സ്നേഹിക്കുന്നുവെങ്കിൽ മാത്രമേ നമുക്ക് ക്രിസ്തുവിന്റെ ശിഷ്യൻ ആയിരിക്കുവാനായിട്ട് കഴിയും. നാം തമ്മിൽ തമ്മിൽ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിന്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. അതായത് ഒരു മതബഹുല സമൂഹത്തിൽ ക്രിസ്തീയ സാക്ഷ്യം നാം വഹിക്കുമ്പോൾ നമുക്ക് തമ്മിൽ സ്നേഹവും ഒരു ഐക്യതയും ഒരു അപ്പന്റെ മക്കൾ എന്ന വിശ്വാസവും ക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങൾ എന്നുള്ളതായ മനോഭാവവും നമ്മിൽ ഉടലെടുക്കുന്നുവെങ്കിൽ മാത്രമേ നമുക്ക് ക്രിസ്തു ശിഷ്യർ എന്ന പദവിയിൽ നിലനിൽക്കുവാനായിട്ട് കഴിയും. ഇതിനെ യോഹന്നാൻ തന്റെ ലേഖനത്തിൽ പറയുന്നു, ഇത് കാണുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് എങ്ങനെ കാണാത്ത ദൈവത്തെ സേവിക്കുവാനായിട്ട് കഴിയും? കാണുന്ന സഹോദരങ്ങൾ തമ്മിൽ സ്നേഹവും ഐക്യതയിലും നിലനിൽക്കുന്നവരിൽ മാത്രമേ അതേ സർവശക്തനായ ദൈവത്തെ ആരാധിക്കുവാനും ആ ദൈവത്തിന്റെ സന്നിധിയിൽ മക്കൾ എന്ന അവകാശത്തോടുകൂടെ നമുക്ക് ഇരിക്കുവാനും കഴിയുമെന്ന് നാം വചനം പഠിപ്പിക്കുന്നത്. മൂന്നാമത്തെ ചിന്ത, ക്രിസ്തു ശിഷ്യർ അധികം ഫലം പുറപ്പെടുവിക്കുന്നവരായിരിക്കണം എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിലൂടെ നല്ല ഫലങ്ങളെ പുറപ്പെടുവിക്കുന്നവരായിരിക്കണം. നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുക എന്ന് പറഞ്ഞാൽ ദിനംതോറും പുതിയ പുതിയ നല്ല ഫലങ്ങളെ, അല്ലെങ്കിൽ 10 മടങ്ങ് പുതിയ ഫലങ്ങൾ നാം പുറപ്പെടുവിക്കുന്നവരായിരിക്കണം. യോഹന്നാൻ 15:8, നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എന്റെ പിതാവ് മഹത്വപ്പെടുന്നു, അങ്ങനെ നിങ്ങൾ എന്റെ ശിഷ്യർ ആകും എന്നുള്ളതാണ്. ഇവിടെ യേശു പറയുന്നു, യേശുവിന്റെ മക്കളായിരിക്കുന്ന, യേശുവിന്റെ ശിഷ്യരായിരിക്കുന്ന ഞാൻ നിങ്ങളും വളരെ ഫലം കായ്ക്കുന്നത് കൊണ്ട് എന്റെ പിതാവ് മഹത്വപ്പെടുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് നമ്മുടെ ദൗത്യം. നാം ഇന്ന് ഫലം പുറപ്പെടുവിക്കുന്നത് എങ്ങനെയാണ്? അധികം ഫലം പുറപ്പെടുവിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നാം വളരേണ്ടതായിട്ടുണ്ട്. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുന്നുവെങ്കിൽ മാത്രമേ നാം ക്രിസ്തു ശിഷ്യർ എന്ന പേരിന് അർഹരായിരിക്കുകയുള്ളൂ എന്നാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. നാലാമത്തെ വ്യവസ്ഥ, ക്രിസ്തു ശിഷ്യർ സ്വയം ത്യജിക്കുന്നവരായിരിക്കണം. ഇന്ന് സ്വയം ത്യജിക്കുവാനുള്ള മനോഭാവം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ക്രൈസ്തവ സമൂഹം, ആർജിക്കുവാനുള്ള ഒരു ഉൾപ്രേരണയും എല്ലാം നേടുവാനും ഞാനെന്ന ഭാവത്തോടെ തല ഉയർത്തി നിൽക്കുവാനും ആഗ്രഹിക്കുന്ന ക്രൈസ്തവ സമൂഹം. ഇവിടെ യേശു പറയുന്നത്, ക്രിസ്തു ശിഷ്യർ സ്വയം ത്യജിക്കുന്നവർ, വിട്ടുകൊടുക്കുന്നവർ, താഴ്മയുടെ ഭാവം ധരിച്ചവരായിരിക്കണം. ലൂക്കോസ് 14:26
ത്യജിക്കാതിരിക്കുന്നവന് ക്രിസ്തു ശിഷ്യനായിരിക്കുവാൻ കഴിയുന്നതല്ല. അപ്പൊ സ്വയത്തെ ത്യജിക്കുന്ന ഒരുവന് മാത്രമേ ക്രിസ്തുവിന്റെ ശിഷ്യൻ എന്ന പദവിയിൽ നിലനിൽക്കുവാനായിട്ട് കഴിയും. നമ്മുടേതായ ജീവിതങ്ങളിൽ ഇത് ത്യജിക്കുവാനോ വിട്ടുകൊടുക്കുവാനോ വിനയപ്പെടുവാനോ മുതിർന്നവരെ അംഗീകരിക്കുവാനോ ഉള്ള മനോഭാവമില്ലായെങ്കിൽ നമുക്ക് എങ്ങനെ ക്രിസ്തു ശിഷ്യർ എന്ന പദവിയിൽ നിലനിൽക്കുവാനായിട്ട് സാധിക്കും? അഞ്ചാമത്തെ ചിന്ത എന്ന് പറയുന്നത് കുടുംബാംഗങ്ങളെ ക്രിസ്തുവിൽ ത്യജിക്കുന്നവർക്ക് മാത്രമേ. ആ പദം വിട്ടുപോകരുത്. കുടുംബാംഗങ്ങളെ ക്രിസ്തുവിൽ ത്യജിക്കുന്നവർ, അതായത് ക്രിസ്തുവിന്റെ പ്രമാണമനുസരിച്ച് മാതാപിതാക്കളെ ബഹുമാനിക്കുകയും അനുസരിക്കുകയും ക്രിസ്തുവിൽ അവരെക്കാൾ ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ അതേ ക്രിസ്തു ശിഷ്യരായിരിക്കുവാനായിട്ട് കഴിയൂ. അതിന് യേശു പറയുന്ന വാക്യം ലൂക്കോസ് 14:26, അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരങ്ങളെയും ക്രിസ്തുവിൽ ത്യജിക്കുന്നവനെ ക്രിസ്തു ശിഷ്യൻ ആയിരിക്കുവാൻ കഴിയൂ എന്നുള്ളതാണ്. അപ്പോൾ എല്ലാത്തിനേക്കാൾ ഉപരി ദൈവത്തെ സ്നേഹിക്കുന്നവന് മാത്രമേ ക്രിസ്തു ശിഷ്യൻ എന്ന പദവിയിൽ നിലനിൽക്കുവാനായിട്ട് കഴിയൂ എന്നുള്ളതാണ്. ആറാമത്തെ വ്യവസ്ഥ എന്ന് പറയുന്നത് ക്രിസ്തു ശിഷ്യർ എല്ലാം ഉപേക്ഷിക്കുന്നവരായിരിക്കണം. ദൈവം നിമിത്തം ക്രിസ്തു നിമിത്തം സകലവും ഉപേക്ഷിക്കുന്ന അനുഭവത്തിൽ എത്ര തന്നെ പ്രതികൂലങ്ങളും പ്രതിസന്ധികൾ കടന്നു വന്നാലും ക്രിസ്തുവിനെ മുറുകെ പിടിക്കുന്ന ഒരു മനോഭാവം, അതാണ് ക്രിസ്തു ശിഷ്യനായിരിക്കേണ്ട ഏറ്റവും വലിയ യോഗ്യത എന്നുള്ളതാണ്. ലൂക്കോസ് 14:33 യേശു പറയുന്നു, തനിക്കുള്ളതിനെ ഒക്കെയും വിട്ടു പിരിയുന്നില്ല എങ്കിൽ ക്രിസ്തു ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. തനിക്കുള്ളതിനെ ഒക്കെയും വിട്ടു പിരിയുന്ന ഒരു അനുഭവം, അങ്ങനെയുള്ളവർക്ക് മാത്രമേ ക്രിസ്തു ശിഷ്യൻ ആയിരിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. പൗലോസിന്റെ ജീവിതം അതിലേക്ക് നല്ല ഉദാഹരണമാണ്. പൗലോസ് യേശുവിനെ കണ്ടെത്തിയപ്പോൾ തനിക്കുള്ളതിനെ എല്ലാം ചപ്പും ചവറും എണ്ണി, അതായത് വളരെ കോടീശ്വരനായ ഒരു ധനികനായ വ്യക്തിയായിരുന്നു പൗലോസ്. യേശു നിമിത്തം സകലം ഉപേക്ഷിച്ചു എങ്കിലും അവന്റെ ജീവിതത്തിൽ അനന്തമായ സാധ്യതകളിലേക്ക് ക്രിസ്തുവിന്റെ ശിഷ്യൻ എന്ന പദവിയിലേക്ക് അവന് ഉയരുവാനായിട്ട് സാധിച്ചു. ഇയ്യോബിന്റെ ജീവിതത്തിൽ സകലവും നഷ്ടപ്പെടുമ്പോഴും ദൈവത്തെ മാത്രം മുറുകെ പിടിച്ചപ്പോൾ അവന് നഷ്ടപ്പെട്ടതിന്റെ ഇരട്ടി എല്ലാം ദൈവം നൽകുന്നതായിട്ട് വചനം പഠിപ്പിക്കുന്നു. ഇവിടെ ഏഴാമത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന ഒരു വ്യവസ്ഥ, ക്രിസ്തു ശിഷ്യർ യേശുവിനെ അനുഗമിക്കുന്നവരായിരിക്കണം. പ്രിയമുള്ളവരെ, നാം ആരെയാണ് അനുഗമിക്കുന്നത്? യേശുവിന് കൊടുക്കേണ്ട മഹത്വം മറ്റാർക്കെങ്കിലും കൊടുക്കുന്നുവോ? യേശുവിനുള്ള നിസ്തുല്യ സ്ഥാനം മറ്റുള്ളവരിലൂടെയാണോ നാം യേശുവിനെ കാണുന്നത്? വിശുദ്ധ ലൂക്കോസ് 14:27 യേശു പറയുന്നു, തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കാത്തവന് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. അപ്പോൾ തന്നെത്താൻ ത്യജിച്ചുകൊണ്ട് നാം അനുഭവിക്കുന്ന ക്രൂശ് കഷ്ടതയുടെ, വേദനയുടെ, സഹനത്തിന്റെ, രോഗത്തിന്റെ, കണ്ണുനീരിന്റെ അനുഭവങ്ങളായിരിക്കാം. ആ അനുഭവങ്ങളിലൂടെ ക്രിസ്തു ശിഷ്യനായിരിക്കുന്നവന് മാത്രമേ, അല്ലെ ക്രിസ്തുവിനെ അനുഭവിക്കുന്നവന് മാത്രമേ ക്രിസ്തു ശിഷ്യനായിരിക്കുവാൻ കഴിയൂ എന്നുള്ളതാണ്. ഇവിടെ പറഞ്ഞ വ്യവസ്ഥകൾ പലതും എല്ലാം ത്യജിക്കുവാനും എല്ലാം ഉപേക്ഷിക്കുവാനുമാണ്. ഇങ്ങനെ എല്ലാം ത്യജിക്കുന്നവന്, എല്ലാം ഉപേക്ഷിക്കുന്നവന്, ക്രിസ്തുവിൽ എല്ലാം ത്യജിക്കുന്നവന് മാത്രമേ ക്രിസ്തുവിന്റെ ശിഷ്യൻ ആയിരിക്കുവാനായിട്ട് കഴിയും. ഇങ്ങനെ എല്ലാം ത്യജിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ ശിഷ്യനായിരിക്കുവാനായിട്ട് നാം ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ളവരെ, എല്ലാം നേടുക എന്നുള്ളതാണല്ലോ നമ്മുടെ ചിന്ത. എങ്ങനെയൊക്കെ വെട്ടിപ്പിടിക്കാം എന്നുള്ളതാണല്ലോ നമ്മുടെ ചിന്ത. അതിനുവേണ്ടി തന്ത്രങ്ങളും കുതന്ത്രങ്ങളും മെനയുകയും അതിനുവേണ്ടി യേശുവിനെ കൂട്ടുപിടിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണ് പലപ്പോഴും ഞാൻ നിങ്ങൾ. യേശു പറയുന്നത് എല്ലാം ത്യജിക്കുന്നവന് മാത്രമേ ക്രിസ്തുവിന്റെ ശിഷ്യൻ ആയിരിക്കുവാൻ കഴിയൂ എന്നുള്ളതാണ്. ഇങ്ങനെ
എല്ലാം ത്യജിക്കുന്നവർക്ക് യേശു നൽകുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. യേശു ക്രിസ്തുവിന്റെ ശിഷ്യത്വത്തിലേക്ക് നമ്മെ യേശു ക്ഷണിക്കുമ്പോൾ സമ്പൂർണമായ ഒരു സമർപ്പണം, എല്ലാം ത്യജിച്ചുകൊണ്ട് യേശുവിന്റെ പാദപീഠത്തിൽ തങ്ങളെ തന്നെ സമർപ്പിക്കുന്നവന് മാത്രമേ ക്രിസ്തുവിന്റെ ശിഷ്യൻ എന്ന പദവിയിൽ നിലനിൽക്കുവാനായിട്ട് കഴിയും. അങ്ങനെ ക്രിസ്തീയ ശിഷ്യത്വത്തിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തിയെ കുറിച്ച് മത്തായി എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 29-ാമത്തെ വാക്യം, എന്റെ നാമം നിമിത്തം വീടുകളെയോ സഹോദരങ്ങളെയോ മാതാപിതാക്കളെയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടുകളഞ്ഞവർക്ക് എല്ലാം 100 മടങ്ങ് മടക്കി ലഭിക്കുമെന്നുള്ളതാണ് ദൈവം നൽകുന്ന വാഗ്ദത്തം. ക്രിസ്തുവിന് വേണ്ടി നാം എന്തെല്ലാം ത്യജിക്കുന്നുവോ അതിന്റെ 100 മടങ്ങ് മടക്കി നൽകണമെന്നാണ് ദൈവിക വാഗ്ദത്തം. മാത്രമല്ല, അവന് നിത്യജീവനെയും അവകാശമാക്കി നൽകും. പ്രിയമുള്ളവരെ, ക്രിസ്തുവിന് വേണ്ടി നിങ്ങൾ എന്തെല്ലാം ത്യജിക്കുന്നുവോ അതിന്റെ 100 മടങ്ങ് നിങ്ങൾക്ക് മടക്കി നൽകുകയും അതിനും അപ്പുറമായി ക്രിസ്തുവിനുള്ള നിത്യജീവന് നിങ്ങളെ അവകാശിയാക്കി തീർക്കുകയും ചെയ്യും. ഇവിടെയാണ് ക്രിസ്തീയ ശിഷ്യത്വത്തിന്റെ മേന്മ നിലനിൽക്കുന്നത്. ഇന്ന് അധികാരം, സമ്പത്ത്, അഹങ്കാരം, ആർഭാടം എന്നിവയുടെ അടയാളമായി ക്രിസ്തീയ ശിഷ്യത്വം മാറിയിരിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, കഷ്ടം സഹിക്കുന്ന ദാസനായ യേശു ക്രിസ്തുവിന്റെ മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് ത്യജിക്കുന്ന മനോഭാവത്തിൽ ക്രിസ്തുവിന്റെ ശിഷ്യത്വത്തിൽ ജീവിക്കുവാനായിട്ട് കഴിയുന്നുവെങ്കിൽ ഈ ലോക ജീവിതയാത്രയിൽ ദൈവിക അനുഗ്രഹങ്ങൾ വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനെ നമുക്ക് അവകാശമാക്കി നൽകുമെന്നാണ് ദൈവം വചനത്തിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നത്. ആ ഒരു അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ ഓരോരുത്തരെയും വഴി നടത്തുമാറാകട്ടെ. ആമേൻ.